തൃശൂർ മണ്ണൂത്തിയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച് 47 പവൻ സ്വർണവും 50,000 രൂപയും കവർന്ന സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിലായി. രാജസ്ഥാൻ സ്വദേശി സൂരജ് പവാറാണ് അറസ്റ്റിലായത്. തൃശൂർ സിറ്റി ഷാഡോ പോലീസും മണ്ണൂത്തി പോലീസും സംയുക്തമായി അന്വേഷിച്ച കേസിൽ രാജസ്ഥാനിൽ നിന്നാണ് പ്രതി പിടിയിലായത്. സിനിമാ സ്റ്റൈലിൽ കവർച്ച നടത്തുന്ന സംഘമാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. ചരക്ക് കൊണ്ടുപോകുന്ന ട്രക്കുകളിൽ കയറിപ്പറ്റുക, പിന്നീട് വിവിധ സംസ്ഥാനങ്ങളിലെ റോഡുകളിലൂടെ യാത്ര ചെയ്യുക, ഹൈവേ ഓരങ്ങളിൽ വണ്ടി നിർത്തി സുരക്ഷ കുറവുള്ള വീടുകൾ കണ്ടെത്തി കൊള്ളയടിക്കുക. ഇങ്ങനെ തീരനധികാരമൊன்று എന്ന സിനിമയെ അനുസ്മരിപ്പിക്കും വിധം കവർച്ച നടത്തുന്ന കൊള്ള സംഘത്തെയാണ് തൃശൂർ സിറ്റി പോലീസ് പിടികൂടിയത്. മണ്ണൂത്തി മുല്ലക്കര സ്വദേശി സോമശേഖരന്റെ വീട്ടിൽ നിന്നും 51 ലക്ഷം രൂപ വിലമതിക്കുന്ന 47 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരനാണ് ഇപ്പോൾ പിടിയിലായത്. കേസിലെ 2ഉം 3ഉം പ്രതികളെ നേരത്തെ പിടികൂടിയിരുന്നു. കവർച്ച നടത്തിയ സ്വർണത്തിൽ 27 പവൻ പോലീസ് വീണ്ടെടുത്തു. കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് അറിയിച്ചു. അതെ, അവർക്ക് നല്ല പോലെ ഇത് കിട്ടി. ഇവരുടെ ഫാമിലിയും എല്ലാ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് ജോലിയല്ല. ബട്ട് അവരുടെ നാട്ടിൽ ഒരു 50 ലക്ഷം പൈസ ഉള്ള ഒരു വലിയ വീടും എല്ലാം അവർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കളവ് ചെയ്തിട്ട് ബാക്കി എവിടെയെങ്കിലും കളവ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ജീവിക്കുന്ന ഇതൊരു ടീമാണ്. ഇപ്പോഴും നമുക്ക് 2 പേരെ ബാക്കിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ബാക്കി അനാലിസിസ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ അക്യൂസ്ഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. അക്യൂസ്ഡ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ പിടിക്കാനുള്ള നടപടി ചെയ്യുന്നുണ്ട്. ഇവർ ഒരു ട്രക്കിൽ കയറും. ഇന്റർസ്റ്റേറ്റ് പോകുന്ന എന്തെങ്കിലും ട്രക്ക് കയറിയിട്ട് അവിടെ നിന്ന് എല്ലാ ഡെലിവറി എല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ചു പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു നല്ല ലോക്കാലിറ്റി കണ്ടിട്ട് അവിടെ ആളില്ലാതെ വീടോ ഇല്ലെങ്കിൽ വയസ്സായി ഇങ്ങനെ ഒരു സസ്പിഷ്യസ് ആയിട്ട് എന്തെങ്കിലും വീട് കണ്ടിട്ട് വൾനറബിൾ വീടും ആളെ കണ്ടിട്ട് അവിടെ രാത്രി കയറിയിട്ട് ഇങ്ങനെ തന്നെ മോഷണം നടന്ന അവരുടെ സ്വഭാവമുണ്ട്. ഇതുവരെ അവർ കേരളയിൽ ഫസ്റ്റ് ടൈം വന്നതാണ്. സോ ഇത് നമ്മുടെ സിറ്റി പോലീസും കേരള പോലീസും വേണ്ടി വലിയ ഒരു വിജയമാണ്. വാഹനങ്ങളിലെ പെട്രോളും ഡീസലും മോഷണം നടത്തിയാണ് സംഘത്തിന്റെ തുടക്കം. പിന്നീടത് വൻ കവർച്ചയിലേക്ക് മാറുകയായിരുന്നു. 1-ാം പ്രതി രാജസ്ഥാൻ സ്വദേശി സൂരജ് പവാറിനെ പിടികൂടി പോലീസ് തൃശൂരിലെത്തിച്ചു. രാജസ്ഥാനിലെ ചിറ്റോർഗഡ് ജില്ലയിലെ മാധ്ഫിയ സ്റ്റേഷൻ പരിധിയിലുള്ള തിരുട്ട് ഗ്രാമത്തിൽ ഒളിച്ചു താമസിക്കുന്നതിനിടയിലാണ് ഇയാളെ പിടികൂടിയത്. കവർച്ച ചെയ്തതിൽ 30 പവനോളം മുഖ്യപ്രതി എടുത്ത ശേഷം ബാക്കി മറ്റുള്ള പ്രതികൾക്കായി വീതം വെച്ച് നൽകുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.